ആരോഗ്യമേഖലയിലെ വ്യാജന്മാർ ഇതാണ് നമുക്കിന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഡോക്ടർ. അതായത് ഇപ്പോൾ ആരോഗ്യമേഖല നമുക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ഈ ജീവൻ രക്ഷിക്കേണ്ട മരുന്നുകൾ തന്നെ കുട്ടികളുടെ ജീവൻ എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തപ്പെടുന്നു. എനിക്ക് തോന്നുന്നു ഈ മധ്യപ്രദേശിലെ ചിന്ദ്വാഡയിൽ നടന്ന കഫ് സിറപ്പ് കുടിച്ചിട്ട് ഏകദേശം 20ഓളം കുട്ടികൾ മരണപ്പെട്ടു പോയി. നമുക്കറിയാം ഇപ്പോൾ പലതരത്തിലുള്ള മരുന്നുകൾ വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. ചില മരുന്നുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. പല മരുന്നുകളും കുടിച്ച് കുട്ടികൾ മരിക്കുന്നു എന്ന് പറയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ദാരുണമാണ്. കാരണം നിങ്ങളെപ്പോലുള്ള ഡോക്ടർമാർ എഴുതുന്ന മരുന്നുകളാണ് കുട്ടികൾ കുടിക്കുന്നതും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഫലപ്രാപ്തിയിൽ എത്താത്ത അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. വ്യാജന്മാരുടെ തള്ളിക്കയറ്റം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുണ്ടാകുന്നത്? എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് എത്താം. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കച്ചവട ലാഭം കിട്ടുന്ന രണ്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആയുധ വ്യാപാരമാണ്, മറ്റൊന്ന് മരുന്ന് കച്ചവടമാണ്. ഇത് രണ്ടിലുമാണ് ഇത്തരത്തിലുണ്ടാകുന്നത് അല്ലെങ്കിൽ ലാഭം ഉണ്ടാകുന്നതെന്ന് പറയപ്പെടുന്നതാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ മരുന്ന് വ്യാപാരം മോഡേൺ മെഡിസിൻ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ പാർശ്വഫലങ്ങൾ അടക്കം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഒരു മെഡിസിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ അതിനകത്തുണ്ട്. കാരണം ക്ലിനിക്കൽ നമ്മളൊരു മോളിക്യൂൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഒരു 10 മുതൽ 15 കൊല്ലമാണ് ഒരു സ്റ്റാൻഡേർഡ് ഫാർമ. ഇപ്പോൾ വേൾഡിലെ ടോപ്പ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആകുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഡോക്ടർ റെഡ്ഡീസ്, അബോട്ട്, ഫൈസർ, നമ്മൾ റിസിപ്ല, ഇതൊക്കെ ടോപ്പ് കമ്പനീസാണ്. ഇവരൊക്കെ തന്നെ മെക്ലിയോഡ്സ് ഒക്കെ ടോപ്പ് കമ്പനീസ്. ഇപ്പോൾ സർഡി എന്നൊക്കെ പറഞ്ഞ കമ്പനി എന്ന് പറയുമ്പം ലില്ലി, ഇവരൊക്കെ ഒരു 10 മുതൽ 15 കൊല്ലം തന്നെ അതെടുക്കും ഒരു മോളിക്യൂൾ ഡെവലപ്പ് ചെയ്യാൻ. ഏകദേശം കുറഞ്ഞത് ഒരു $2 to $3 billion. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ ഡോളറിൻ്റെ റേറ്റ് അനുസരിച്ച് 9,000 കോടിയാണ്. അപ്പോൾ ഏകദേശം അത്രയും കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു മോളിക്യൂൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം ആ മോളിക്യൂള് അത് പേറ്റൻറ്റഡ് ആണ്. ഏകദേശം 20 കൊല്ലം വെച്ചാണ് പേറ്റൻറ്റ് വരണത്. ചിലപ്പോൾ 30-40 കൊല്ലം വരും പേറ്റൻറ്റ്. 20 കൊല്ലം കഴിഞ്ഞ് എക്സ്പയർ ആവും, റിന്യൂ ചെയ്യണം. പിന്നെ അപ്പം ആ മോളിക്യൂള് തന്നെ നമുക്ക് പലവരും ആ മോളിക്യൂളിനെ നോക്കി ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ അതിൻ്റെ ഇത് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഈ ഒറിജിനൽ മോളിക്യൂൾ നമ്മൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോഴാണ് ഇത് മെയിൻലായിട്ട് ഇത് വരുന്നത്. പക്ഷേ നമുക്ക് എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ സ്ട്രിക്റ്റ് കൺട്രോൾ ഉണ്ട് എല്ലായിടത്തും. അപ്പം നമുക്കിപ്പം ഈ ഏതാണെന്നുള്ളത് നമുക്ക് ഇപ്പം ആർക്കും പെട്ടെന്നൊരു കൊണ്ടുവന്ന് അവരിങ്ങനെ കൊണ്ടുവരുന്ന പറയുമ്പോൾ അതിനൊരു സ്ട്രിഞ്ചൻറ്റ് റൂള് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അത് നമ്മളത് ഫോഴ്സ്ഫുള്ളി നമ്മളത് ലോയിൽ പ്രാക്ടീസ് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏകദേശം 145 കോടി ജനങ്ങളാണ്. ഇത്രയും വലിയൊരു ഹ്യൂജ് ഇതാണ് ജനങ്ങളാണ്. അപ്പോൾ അത്രയും ഒരു പോപ്പുലേഷൻ സ്ട്രെങ്തിൽ അത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യണം. അല്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. കാരണം ജീവൻ രക്ഷിക്കുക, നമുക്കറിയാം കൊറോണ കാലത്തൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടിട്ടാണ്. നമുക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കാതിരിക്കാം, ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കാതിരിക്കാം, മരുന്ന് വാങ്ങിച്ചാലേ പറ്റുള്ളൂ. അതെ. അപ്പോൾ മരുന്ന് വാങ്ങിക്കുന്നതിൽ തന്നെ വ്യാജന്മാരുണ്ടെങ്കിലുള്ള സ്ഥിതിവിശേഷം അത് വളരെ തെറ്റാണ്. അപ്പോൾ ഈ പുതിയൊരു മോഡേൺ മെഡിസിൻ രൂപീകരിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ അതിന്റെ ഒരുപാട് തലങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു മെഡിസിൻ രൂപീകരിക്കുന്നത്. അങ്ങനെ രൂപീകരിക്കുന്ന കോടികൾ അതിനകത്ത് മുടക്കേണ്ടി വരും. അപ്പോൾ അവിടെയാണ് ഈ ലാഭത്തിന് മോഡേൺ മെഡിസിൻ വളരെ കൃത്യമായിട്ട് അനധികൃതമല്ലാത്ത രീതിയിൽ വ്യാജന്മാരല്ലാത്ത ഉത്തരവാദിത്തപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽസ് നിർമ്മിക്കുന്ന മരുന്ന് എന്ന് പറയപ്പെടുന്നതിന് കോടികൾ മുടക്കേണ്ടി. പക്ഷെ അതേസമയം ഇതേ സാധനം വ്യാജനായിട്ട് നിർമ്മിക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള കാരണം ഏകദേശം ചാത്തന്മാരായിട്ടുള്ള 200 ബില്യൺ ചാത്തന്മാർ മീൻസ് ഞാൻ പറഞ്ഞ വ്യാജന്മാരായിട്ടുള്ളവർ ഉണ്ട് എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത്? ഇതെന്ത് ഈ ആരോഗ്യ മേഖലയിലെ കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ഇല്ലാത്തതുകൊണ്ടാണോ ഇത് പറ്റുന്നത്? ആരോഗ്യ മേഖലയിൽ മോണിറ്ററിംഗ് ഇപ്പൊ തന്നെ ഡ്രഗ്സ് കൺട്രോൾ ലോ ഇപ്പൊ ഇന്ത്യത്തിന് എല്ലാ സ്റ്റേറ്റിലുണ്ട്. കേരളത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റും വളരെ സ്ട്രോങ്ങുമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു വാസ്റ്റ് പോപ്പുലേഷനാണ്. അപ്പോൾ നമുക്ക് വാസ്റ്റ് പോപ്പുലേഷൻ ആകുമ്പോൾ ഇപ്പം തന്നെ എല്ലാത്തിൻ്റെ സ്ട്രെങ്ത് കൂട്ടണം. ഇപ്പം ഡ്രഗ്സ് കൺട്രോളിൽ തന്നെ ഇപ്പം തന്നെ അവർക്ക് ഇപ്പം 200 പേരാണെങ്കിൽ ഇപ്പോൾ 400-600 പേരാക്കണം. എന്നാലും എല്ലായിടത്തും ഇപ്പോൾ എത്തുള്ളൂ. ഇപ്പം നമുക്ക് എല്ലായിടത്തും നമ്മളെ ഒരു ഫോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും സ്ട്രെങ്ത് കുറവാണ്. ഇപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ ഫോഴ്സുകൾ കുറച്ച് സ്ട്രെങ്ത് കുറവ്. അപ്പോൾ സ്ട്രെങ്ത് കുറച്ച് കൂട്ടി കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എല്ലാം നമ്മളൊരു നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇപ്പം തന്നെ ഇപ്പോൾ പല രാജ്യം എന്ന് പറയുമ്പോൾ പല നമ്മളിപ്പോൾ തന്നെ ഈ GMP സർട്ടിഫിക്കറ്റ് അങ്ങനെ പല സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ അടിച്ചിറക്കണുണ്ട്. അപ്പം ബാക്കി ഇതൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. അവരെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ സൈറ്റ് എല്ലാം ഇപ്പം തന്നെ ഇപ്പം ഇന്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇമേജ് ക്ലോണിങ്, ഡീപ് ഫേക്ക് ഒക്കെ വരുന്ന സമയത്ത് ഒന്നും നമുക്ക് ഏതാണ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അറിയാൻ പറ്റില്ല. ഡ്യൂപ്ലിക്കേറ്റിനെ ഒറിജിനലായിട്ട് തന്നെ കാണിക്കും. ഇപ്പം മധ്യപ്രദേശ് എന്ന് പറയുമ്പം
എല്ലാത്തിനും ചില കോമ്പിനേഷൻസ് ബാൻഡാണ്. അപ്പം അവിടെ എന്ന് പറയുമ്പോൾ ഞാൻ LIC കഫ് സിറപ്പ് തന്നെ പാരസെറ്റമോൾ, ക്ലോർഫിനോമിൻ, മലേരിയ, ഫിനൈലെഫ്രിൻ, അങ്ങനെ കോമ്പിനേഷൻ ഡീകൺജസ്റ്റൻ ആണ്. പിന്നെ ഡെക്സ്ട്രോമെത്തഫാൻ എന്ന് പറഞ്ഞാൽ ഡിപ്രോസെന്റ് ആണ്. ഈ കോമ്പിനേഷനിൽ ഇവർ ഈ സോൾവെന്റ്സ്, ചിലവർ ഈ സോർബിറ്റോളൊക്കെയാണ് ചേർക്കുന്നത്. ഇവർ ആ സോൾവെന്റ് ഉപയോഗിച്ച് വേറെ കെമിക്കലാണ്. അപ്പോൾ ഇത് കോമ്പിനേഷൻ വരുമ്പം ചിലപ്പോൾ പോയിസൺ ആയിട്ട് മാറും. ഇത് ഈ സത്യം പറഞ്ഞാൽ ആ സോൾവെന്റ് അപ്രൂവ്ഡ് അല്ല. ഡ്രഗ്സ് കൺട്രോളിന്റെ നമ്മളെ ഗവൺമെന്റ് അപ്രൂവ്ഡ് സോൾവെന്റ് അല്ല, സോർബിറ്റോളൊക്കെയാണ് അപ്രൂവ്ഡ്. അപ്പം അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അങ്ങനെ കുറെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറെ സോൾവെന്റ്സ് ഉണ്ട്. സോൾവെന്റ്സ് എന്ന് പറഞ്ഞാൽ മരുന്ന് ചീത്താതിരിക്കാൻ വേണ്ടിയുള്ള പിന്നെ എഫക്റ്റീവ്നെസ്, നമ്മൾ പേഷ്യൻസിന്റെ എഫക്റ്റീവ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊന്നും അപ്രൂവ്ഡ് അല്ലാത്തവർ ഉപയോഗിക്കും. ഇപ്പൊ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ ഇവര് ആ സോൾവെന്റ്സിന്റെ പേര് എഴുതേയില്ല. ഇപ്പൊ മരുന്നിന്റെ ഇപ്പം തന്നെ നമ്മളിപ്പം ബോട്ടലില് സോൾവെന്റ്സിന്റെ പേരൊന്നും വരെ എഴുതാറില്ല. അപ്പൊ ആർക്കും അറിയാൻ പറ്റൂല. അപ്പൊ നമ്മളെല്ലാം വിചാരിക്കും ഇത് സോൾവെന്റ് ആണെന്ന്. അപ്പം ഇത് ഇപ്പൊ ഈ AI വെച്ച് തന്നെ അവരെല്ലാം അതുപോലെ സെറ്റ് ചെയ്ത് അതിന്റെ പോസ്റ്ററും എല്ലാം അതിന്റെ ലേബിളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ച് ഫോഴ്സിനെ കൂട്ടണം. ഇപ്പൊ ഗവൺമെന്റിന്റെ എല്ലാ ഏജൻസിയിലും ഫോഴ്സ് കൂടണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ നമ്മൾ 200 എന്ന് പറഞ്ഞാൽ 400 വരെ ആക്കണം. ഫോഴ്സ് കൂടണം. ഫോഴ്സ് കൂടുമ്പോൾ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. എല്ലാ ഗവൺമെന്റിനും നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാം പ്രത്യേകിച്ച് ആരോഗ്യ മേഖല ഏറ്റവും ടോപ്പ് വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് കേരളം. ആരെന്ത് പറഞ്ഞാലും കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അതായത് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരോഗ്യ സംരക്ഷണം ചെയ്യുന്ന മലയാളികളാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ തന്നെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് 25 കൊല്ലമായി, 4 നൂറ്റാണ്ട് തന്നെ ആയി. അപ്പം ഏകദേശം ഇപ്പം എനിക്കറിയാം. അപ്പം ഏറ്റവും ബെസ്റ്റ് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ് രക്ഷപ്പെടുത്തിയെടുക്കും. പ്രത്യേകിച്ച് ഞാൻ നമ്മളെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ തന്നെ നമുക്കറിയാം, മരണപ്പെട്ട് പോയ ആ സ്റ്റേജ് തന്നെ എഴുതിയെടുക്കും. അപ്പോൾ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈലി എഫിഷ്യൻ്റ് ആണ്. അവർ നല്ലൊരു സിസ്റ്റമാണ് കേരളത്തിലുള്ളത്. പിന്നെ ശരിയാണ്, ഐസൊലേറ്റഡ് കേസ് പലയിടത്തും വരാം. പക്ഷെ അതൊന്നും ഡോക്ടേഴ്സിന്റെ കുറ്റമല്ല. നമുക്ക് ഈ വ്യാജ കമ്പനികൾ വന്നിട്ട് ഡോക്ടർമാരെ സമീപിക്കാറുണ്ടല്ലോ. വ്യാജ കമ്പനികളിൽ നിന്ന് വരുന്ന മരുന്നുകളുമായിട്ട് എത്തപ്പെടുന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവുകൾ എത്താറുണ്ട്. അവരെന്തായിരുന്നാലും ഈ ഡോക്ടർമാരെ വന്ന് കാണാറുണ്ട്. അവർക്ക് അധികം കമ്മീഷൻ നൽകാറുണ്ട്. ആ കമ്മീഷൻ നൽകുന്നതിലൂടെ ആയിരിക്കുമല്ലോ അവർക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആ മെഡിസിൻ പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. അത്തരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വ്യാജന്മാരെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഒരു വിഭാഗം ഡോക്ടർമാർ കൂടി പങ്കാളികളാവുകയില്ല. അങ്ങനെയാണെങ്കിൽ അത് അറിയാത്തത് കൊണ്ടാണ്, അറിഞ്ഞുകൊണ്ടാണ്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ ഏകദേശം എല്ലാ ഡോക്ടേഴ്സും നമ്മൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പ് കമ്പനീസ് ഉണ്ട്, GMP സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ ഇപ്പം തന്നെ ഞാൻ തന്നെ നോക്കുമ്പോൾ റെഡ്ഡീസ് ആണെങ്കിൽ അബോട്ട്, ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല, സ്പൈസർ, അങ്ങനത്തെ ഇപ്പം കൂടുതൽ നമ്മൾ ടോപ്പ് കമ്പനീസാണ് എല്ലാവരും എഴുതുന്നത്. അല്ലാതെ വേറെ കമ്പനീസ് ഉണ്ട്. നമ്മളിപ്പം അത്ര ഉള്ള നമ്മളിപ്പം ഡൗൺ റോഡ് എന്ന് പറഞ്ഞ കമ്പനീസ് ഒന്നും അങ്ങനെ ഡോക്ടേഴ്സ് അങ്ങനെ പ്രിഫർ ചെയ്യല്ല. കാരണം ഞാൻ ഏത് ഡോക്ടറിനും പേഷ്യന്റിന് റിലീഫ് കിട്ടണം. ഇതിലൊന്നും ഇപ്പം തന്നെ ഒരു പാരസെറ്റമോളിൻ്റെ ഒരു ടാബ്ലറ്റ് 500 മില്ലിഗ്രാമാണ് പാരസെറ്റമോളുള്ളത്. പാരാമിനോഫിനോൾ 500 മില്ലിഗ്രാം. ഇത് ഒറിജിനൽ ഞാൻ പറഞ്ഞ ഇപ്പോൾ ടോപ്പ് കമ്പനീസ് ആണെങ്കിൽ 500 കാണും. പ്രത്യേകിച്ച് വെളിയിലൊക്കെ 500 കാണും. ബാക്കി അനുസരിച്ച് ഇപ്പോൾ കുറേ ചില കമ്പനീസ് 500 ചിലപ്പോൾ 200 കാണുള്ളൂ. അപ്പോൾ എഫക്റ്റീവ്നെസ് കൂടും. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ അറിയാൻ പറ്റും ഇതിൻ്റെ എഫക്റ്റീവ്നെസ് കൂടുന്ന ഇല്ല എന്നുള്ളത്. അപ്പം ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ ഡയബറ്റീസ് തന്നെ, പഞ്ചസാര അസുഖം, BP കുറേ എത്ര ഗുളിക കഴിച്ചാലും കുറയൂല. അപ്പം തന്നെ മാറ്റും. അപ്പം ഒരു ഡോക്ടറും അങ്ങനെ ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് എഫക്റ്റീവ്നെസ് കിട്ടൂല. അപ്പം പേഷ്യൻസ് കുറയുകയും ചെയ്യും. പിന്നെ ഈ കമ്പനീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ ഇങ്ങനത്തെ അതിപ്പം എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോൾ പേഷ്യൻസിന്റെ റിലീഫ് കിട്ടില്ലേ, പേഷ്യൻസ് കുറയും. അപ്പോൾ പേഷ്യൻസ് കുറച്ചിട്ട് ഡോക്ടറിന് പ്രാക്ടീസിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു ഡോക്ടേഴ്സും അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് എല്ലാവരും സ്റ്റാൻഡേർഡ് ആണ്. അറിയാതെ സംഭവിക്കുന്നതാണ്. ചിലപ്പം അറിയാതെ, ചിലപ്പം ഇപ്പം നമ്മളെപ്പം നമ്മളൊക്കെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പഠിച്ച നമുക്കറിയാൻ പറ്റും. ഇപ്പൊ ട്രിവാൻഡ്രത്തൊക്കെ പഠിച്ച് നമുക്കറിയാൻ പറ്റും. ഇപ്പൊ വെളിയിൽ നിന്നൊക്കെ പഠിച്ചവർക്ക് ചിലപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ നമ്മളെ ഈ ഗ്രൗണ്ടെല്ലാം അറിഞ്ഞൂടാത്തവരായിരിക്കാം. അപ്പം ഇങ്ങനെ ഇപ്പം പല കമ്പനീസ് ഇപ്പം തന്നെ നമ്മൾ കമ്പനീസ് വരുമ്പോൾ തന്നെ നമ്മൾ സർട്ടിഫിക്കേഷൻ എല്ലാം ചോദിക്കും. സർട്ടിഫിക്കേഷൻ ചോദിച്ചിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അവർ ഇപ്പം ഫുള്ളും ഇതുണ്ടല്ലോ, കോഡുണ്ട്. കോഡിൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡ്രഗ്സ് കൺട്രോൾ ആയിട്ട് ഇപ്പം എല്ലാം ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കാണിക്കാൻ പറയും. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ ചെയ്യാറുണ്ട്.
പിന്നെ അപ്പോൾ ഇങ്ങനെ നടന്നു പോണത് ചിലപ്പം അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അങ്ങനെ ഡോക്ടർ മനഃപൂർവ്വം ചെയ്യാറില്ല. അല്ല, കാര്യം ഈ വ്യാജന്മാരുണ്ടാക്കുന്നു പറയാൻ ഞാൻ ചില ഇപ്പം മധ്യപ്രദേശിൽ തന്നെ ഒരു ഡോക്ടർ എഴുതി, ശരിയാണ്, അദ്ദേഹം കുറെ, പക്ഷെ അത് ആ കോമ്പിനേഷൻ അവർ സോൾവെന്റ്സ് കോമ്പിനേഷൻ അത് വ്യാജമരുന്ന് നിർമ്മിക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. അവര് സീക്രട്ട് ആയിട്ട് കരുതിയ, പ്രത്യേകിച്ച് നമ്മള് കേരളത്തില് ഇത് നടക്കൂല, അതൊന്നും. കേരളം വളരെ സ്ട്രിക്റ്റ് ആണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.